Hello everyone, welcome back to today's chemistry class. Today we will discuss the third chapter, electrochemistry. Okay, so let us start this chapter. So electrochemistry, so first of all we will see the introduction. Electrochemistry is the study of production of electricity from energy released. That means it is a study of production of electricity from chemical energy during spontaneous chemical reactions and the use of electrical energy to bring about non-spontaneous chemical reaction. അതായത് സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം സെറ്റ് ഓഫ് സ്പെസിഫിക് കണ്ടീഷനിൽ നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയുക. ഇതുപോലെ സ്പെസിഫിക് സെറ്റ് ഓഫ് കണ്ടീഷനിൽ നടക്കാത്ത റിയാക്ഷനെയാണ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ഈസ് എ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം കെമിക്കൽ എനർജി എന്ന് പറയാം. And by using that chemical reaction and the use of electrical energy to bring about another chemical transformation, that is known as electrochemistry. That is the introduction. And now we can define this electrochemistry definition. So here we discuss two definitions. A science studying the relationship between chemical energy and electrical energy, or electrochemistry is the branch of chemistry which deals with the interrelationship between electrical energy and chemical energy. Electrical energy and chemical change. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന കെമിസ്ട്രിയിലെ ബ്രാഞ്ചാണ് ഇലക്ട്രോകെമിസ്ട്രി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡെഫിനേഷൻ ഈസ് ദിസ്: ഇലക്ട്രോകെമിസ്ട്രി ഇസ് എ സ്റ്റഡി ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഓഫ് ഫിനോമിന ഒക്കറിങ് അറ്റ് ഇലക്ട്രോഡ്സ് ഇമേജ്ഡ് ഇൻ ദി സൊല്യൂഷൻ. അല്ലേ, ഇലക്ട്രോലൈറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സൊല്യൂഷനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. അതിലുണ്ടാകുന്ന രണ്ട് മെറ്റൽ അല്ലെങ്കിൽ നോൺ മെറ്റൽ ആയിട്ടുള്ള റോഡുകളെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇലക്ട്രോകെമിസ്ട്രി ഇസ് സ്റ്റഡി ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഓഫ് ഫിനോമിന ഒക്കറിങ് അറ്റ് ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡ്സിൽ നടക്കുന്ന ഫിനോമിനയും ഇലക്ട്രോലൈറ്റിൻ്റെ കൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിയിൽ പഠിക്കുക. ഓക്കെ, let us see electrochemistry is the very basic point of electrochemistry. That means in electrochemistry the reactions are redox reactions. So here we discuss oxidation and reduction reaction. That means redox reaction. So what do you mean by oxidation and reduction? Oxidation is nothing but removal of electron and reduction is addition of electron. So here Zn plus 2H plus gives Zn2 plus H2. അതായത് സിങ്കും എച്ച് പ്ലസും കൂടെ റിയാക്ട് ചെയ്ത് സിങ്ക് 2 പ്ലസും ഹൈഡ്രജനുമായി മാറുന്നു. ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, എച്ച് പ്ലസിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അതായത് സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അത് സംഭവിച്ചു, Zn2 പ്ലസ് ആയി മാറി. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0ൽ നിന്ന് +2 ആയി മാറി. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ആ കൂടുന്നവയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എച്ച് പ്ലസ് ആയിരുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, +1 ആയിരുന്നു എച്ച് പ്ലസിൻ്റെ, അത് 0 ആയിട്ട് മാറി H2 ആയി മാറി. അപ്പോൾ അത് ഇലക്ട്രോണിനെ നേടി. സോ റിഡക്ഷൻ. സോ വാട്ട് ഈസ് റെഡ്യൂസ്ഡ് ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതായത് എവിടെ എന്താണോ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് അത് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? നമ്മുടെ എച്ച് പ്ലസ് ആണ്. അതുപോലെ തന്നെ സോ എച്ച് പ്ലസ് ഓക്സിഡൈസസ് സിങ്ക് ബൈ ടേക്കിംഗ് ഇലക്ട്രോൺ ഫ്രം ഇറ്റ്. വാട്ട് ഈസ് ഓക്സിഡൈസ്ഡ് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. എന്താണോ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്, അതായത് സിങ്കാണ് ഇവിടെ ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത്, അത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. സോ സിങ്ക് റെഡ്യൂസസ് എച്ച് പ്ലസ് ബൈ ഗിവിങ് ഇറ്റ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അത് ഓക്സിഡേഷനും, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് റിഡക്ഷനും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സിങ്ക് 2 പ്ലസ് ആയി മാറി ഓക്സിഡേഷൻ, എച്ച് പ്ലസ് H2 ആയി മാറി അത് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. പിന്നെ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലുമാണ്. അതായത് ദ കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഡ്യൂ ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ്. അതായത് ആൻഡ് ദ ഡിവൈസ് ക്യാരി ഔട്ട് ഇലക്ട്രോളിസിസ് ഇസ് കോൾഡ് ഇലക്ട്രോലിറ്റിക് സെൽ. അതായത് നമ്മുടെ സൊല്യൂഷനിൽ കൂടെ ലൈറ്റിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. നടക്കുന്ന ആ ഡിവൈസ്, ഇലക്ട്രോളിസിസ് നടത്തുന്ന ആ ഡിവൈസ് അല്ലേ, അതായത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയാം. ആ ഇലക്ട്രോളിസിസ് നടത്തുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമുക്ക് കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് എന്ത്, നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ,
and the chemical reaction in which electric current is produced is called electrochemical reaction, and the cell and the device is called electrochemical cell. നമുക്കിവിടെ ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഇലക്ട്രോളിറ്റിക് സെല്ല് നമ്മുടെ എന്താണ് സിലബസിൽ നിന്ന് ഡിലീറ്റ് ആക്കി. സോ അപ്പോൾ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ കുറിച്ച് മാത്രമേ പഠിക്കണ്ടൂ. എന്ന് പറഞ്ഞാൽ ദ സെൽ ദാറ്റ് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോകെമിക്കൽ സെൽ ഓർ ഡാനിയൽ സെൽ. ഓക്കെ, ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ the chemical reaction in which electric current is produced is called electrochemical reaction, and galvanic cell is an example for electrochemical cell. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇലക്ട്രിക് എനർജി കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഡാനിയൽ സെൽ അതിനൊരു എക്സാമ്പിളാണ്. ഈ ഡാനിയൽ സെല്ലിന് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലുണ്ട്. അത് 1.1 വോൾട്ടാണ്. When concentration of Zn2 plus and Cu2 plus ions is unity, അപ്പോൾ നമ്മൾ അതിനെ ഗാൽവാനിക് സെൽ എന്നോ അല്ലെ വോൾട്ടായിക് സെൽ എന്ന് പറയും. നമ്മൾ പറഞ്ഞു എന്താണ് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സെല്ല്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ Zn2+ൻ്റെയും Cu2+ൻ്റെയും കോൺസെൻട്രേഷൻ 1 ആയി കഴിയുമ്പോൾ ആ ഡിവൈസിന് നമ്മൾ പറയുന്നവരാണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയും അല്ലേ. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നാണ് അതിനെ പറയുക. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയും. ഓക്കെ, ഇഫ് ആൻ എക്സ്റ്റേണൽ ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ഇൻ ദ ഗാൽവാനിക് സെൽ, ഒരു എക്സ്റ്റേണൽ ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഗാൽവാനിക് സെല്ലിൽ ആൻഡ് ഇൻക്രീസ് സ്ലോലി ഇൻക്രീസ് ചെയ്യുമ്പോൾ വി ഫൈൻഡ് ദ റിയാക്ഷൻ കണ്ടിന്യൂസ് ടു ടേക്ക് പ്ലേസ് ടിൽ ദ ഓപ്പോസിങ് വോൾട്ടേജ് റീച്ചസ് അറ്റ് വാല്യൂ 1.1. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വി ഫൈൻഡ് ദാറ്റ് റിയാക്ഷൻ കണ്ടിന്യൂസ് ടു ടേക്ക് പ്ലേസ്, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതായത് ടിൽ ദ ഓപ്പോസിറ്റിംഗ് വോൾട്ടേജ്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വോൾട്ടേജ് 1.1 വോൾട്ട് വരെ ആകുന്നത് വരെ റിയാക്ഷൻ നടക്കും. പിന്നെ അത് നിൽക്കും, പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതാണ് നമ്മൾ സംഭവിക്കുക. അതായത് ഇതിൻ്റെ വോൾട്ട് പൊട്ടൻഷ്യൽ വോൾട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞത് 1.1 വോൾട്ടാണ്. ഇതിനെതിരെ ഒരു നമ്മൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിതിനെ ഒരു ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 1.1 വോൾട്ടിൽ എത്തിക്കഴിയുമ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്താണ് കറണ്ട് പിന്നെ ഫ്ലോ ചെയ്യില്ല. എനി ഫർദർ ഇൻക്രീസ് ഇൻ ദ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അഗെയിൻ സ്റ്റാർട്ട് ദ റിയാക്ഷൻ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ വീണ്ടും 1.1 വോൾട്ടിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് വോൾട്ടേജ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടക്കും അല്ലേ. നമ്മുടെ റിയാക്ഷൻ എങ്ങോട്ട് നടക്കുക? ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞു. കാരണം ഫ്രെഡറിക് ഡാനിയൽ എന്നുള്ള ആളാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡാനിയൽ സെൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എനി ഫർദർ ഇൻക്രീസ് ഇൻ ദ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് റിയാക്ഷൻ നടക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ഇറ്റ് നൗ ഫങ്ഷൻസ് ആസ് ആൻ ഇലക്ട്രോളിറ്റിക് സെൽ. അപ്പോൾ അത് ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ട് മാറും. അത് പ്രത്യേകതയുണ്ട്. ആൻഡ് ഡിവൈസ് ഫോർ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ക്യാരി നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഡാനിയൽ സെല്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡാനിയൽ സെല്ലിന് നമ്മുടെ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലും മുക്കിതിരിക്കുകയാണ് അല്ലേ. നമ്മുടെ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ, അതുപോലെ കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിൽ മുക്കിയതിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. ഇവിടെ നമ്മുടെ സിങ്കാണ് ആനോഡ്, കോപ്പർ കാഥോഡാണ്. സിങ്ക് ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ഇവിടെ കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവ്. വ്യത്യാസമുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവും കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. പക്ഷേ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവും ആയിരിക്കും. അത് വ്യത്യാസം ശ്രദ്ധിക്കുക ഇവിടെ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമ്മൾ പറയുമ്പോൾ ആനോഡ് നെഗറ്റീവ് ചാർജും കാഥോഡ് പോസിറ്റീവ് ചാർജുമാണ്. അപ്പോൾ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക്, അതായത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. ഇവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൊല്യൂഷൻ തമ്മിൽ ഇവിടെ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് മുക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതുപോലെ കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് മുക്കിയിരിക്കുകയാണ്. അപ്പോൾ സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. അതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഇവിടെ. ആ കെമിക്കൽ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്ക് പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് Cu. സിങ്ക് പ്ലസ്
Cu2 plus gives Zn2 plus Cu. അതാണ് നടക്കുക. അതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ. എന്ന് വെച്ചാൽ സിങ്ക് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടു, Zn2 പ്ലസ് ആയി മാറി. കോപ്പർ 2 പ്ലസ് ഉള്ളത് റെഡ്യൂസ് ചെയ്യപ്പെട്ടു, അത് Cu ആയി മാറി. അതാണ് നടക്കുക. പിന്നെ ഒരു സാൾട്ട് ബ്രിഡ്ജ് ഈ രണ്ട് സൊല്യൂഷൻ തമ്മിൽ കൊടുത്തിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റും സിങ്ക് സൾഫേറ്റും തമ്മിൽ. അത് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ്. സാൾട്ട് ബ്രിഡ്ജ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ്. ഫിൽഡ് വിത്ത് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് അതിൽ ഫില്ല് ചെയ്തേക്കുക. ഓക്കെ, അതിൻ്റെ ഈ സാൾട്ട് ബ്രിഡ്ജിൻ്റെ പ്രോപ്പർട്ടി ഇതൊക്കെയാണ്. സാൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പറയാം. ഇറ്റ് പെർമിറ്റ്സ് ഇലക്ട്രിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. അതായത് ഈ ഇലക്ട്രിക്കൽ കോൺടാക്റ്റ് പെർമിറ്റ് ചെയ്യുന്നു ഈ രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ. പക്ഷേ ഇത് മിക്സിങ് പ്രിവെൻറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് ദ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, അതായത് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് വെയർ ടു ഡിസിമിലർ സൊല്യൂഷൻസ് ആർ ഇൻ കോൺടാക്ട്. അതായത് ഇറ്റ് റെഡ്യൂസസ്, ഇതിനകത്ത് കുറേ ഫിസിക്സിലെ ടേംസ് ഉണ്ട്, അപ്പോൾ ഫിസിക്സ് കുറച്ച് അറിഞ്ഞിരിക്കണം ഇതിൻ്റെ. ഇറ്റ് റെഡ്യൂസസ് സോ കോൾഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിസിമിലർ സൊല്യൂഷൻ കോൺടാക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജാണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, അത് കുറയ്ക്കുന്നു. ദ സാൾട്ട് ബ്രിഡ്ജ് പ്രൊവൈഡ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ടു റീപ്ലേസ് ദ അയോൺസ്. ഓക്കെ, ദാറ്റ് ഓർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടു ഹാഫ് സെൽസ്. അതായത് ഇത് എന്ത് ചെയ്യുന്നു, സാൾട്ട് ബ്രിഡ്ജ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് കാറ്റയോൺസിനെ ആനയോണിനെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് ഈ ലെഫ്റ്റ് സൈഡിലാണ് ആനോഡ് കൺവെൻഷനലി വരയ്ക്കുക. അതായത് സിങ്ക് ലെഫ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക നമ്മുടെ ഫേസ് ചെയ്യുമ്പോൾ, കോപ്പർ അതായത് കാഥോഡ് റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കുന്നുള്ളൂ, കറണ്ട് സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ കറണ്ട് കോപ്പറിൽ നിന്നും സിങ്കിലേക്ക് ഫ്ലോ ചെയ്യും. ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇലക്ട്രോണിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ LOAN ഓർക്കുക, ലോൺ, LOAN. അപ്പോൾ ലെഫ്റ്റിൽ എന്തായിരിക്കും, ഓക്സിഡേഷൻ നടക്കും, അത് ആനോഡാണ്, അത് നെഗറ്റീവാണ്, അത്ര ഓർത്താൽ മതി. LOAN, ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്, അതാണ് LOAN എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ഒരു ഡാനിയൽ സെല്ലിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ജസ്റ്റ് ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാൽവാനി സെല്ലിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ദിസ് ഡിവൈസ് ഗിബ്സ് എനർജി ഓഫ് സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ഈസ് കൺവേർട്ടഡ്. ഗിബ്സ് എനർജി നിങ്ങൾ പഠിക്കാത്തൊരു കാര്യമാണ്, തെർമോഡൈനാമിക്സിന് സംഭവം ഉണ്ടായിരുന്നു. ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ അതായത് യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി എനർജിയാണ്. ഓക്കെ, ഡാനിയൽ സെൽ ഡിസ്കസ്ഡ് ഏർലിയർ ഈസ് വൺ സച്ച് സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ റിക്വേഴ്സ്. ഡാനിയൽ സെല്ലിൽ നടക്കുന്നത് ഫോളോയിങ് റിയാക്ഷനാണ്. ദാറ്റ് ഈസ് സിങ്ക് സോളിഡ് പ്ലസ് കോപ്പർ 2 പ്ലസ് അക്വസ് ഗീവ്സ് Zn2 പ്ലസ് അക്വസ് പ്ലസ് Cu സോളിഡ്. അതായത് ഇവിടെ അയോൺ ആണെങ്കിൽ ബ്രാക്കറ്റിൽ അക്വസ് എന്ന് കൊടുക്കുക, മെറ്റൽ ആണെങ്കിൽ അത് സോളിഡ് എന്ന് കൊടുക്കുക. ദിസ് റിയാക്ഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 ഹാഫ് റിയാക്ഷൻസ് ഹൂസ് അഡീഷൻ ഗീവ്സ് ദ ഓവറോൾ സെൽ റിയാക്ഷൻ. ദാറ്റ് ഈസ് Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അതാണ് Cu2 പ്ലസിന് റിഡക്ഷൻ സംഭവിക്കുന്നു. ദാറ്റ് ഈസ് റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ. സിങ്കിന് എന്ത് സംഭവിക്കുന്നു, ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ദാറ്റ് ഈസ് gives Zn2 plus 2 electron oxidation. These reaction occur in 2 different portions of Daniel cell. രണ്ട് ഡിഫറെൻറ്റ് പോർഷനിലാണ് നടക്കുക. The reduction half reaction occurs on the copper electrode and while oxidation half reaction occurs on the zinc electrode. These two portions of the cell are also called half cell or redox couple. നമ്മൾ ഇവയെ ഹാഫ് സെൽ എന്ന് പറയും. പകുതി റിഡക്ഷൻ നടക്കുന്നതിന് ഓക്സിഡേഷൻ നടക്കുന്നതിന് സെപ്പറേറ്റ് പറയുമ്പോൾ റിഡക്ഷൻ ഹാഫ് സെൽ, ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയും, അല്ലെങ്കിൽ റിഡോക്സ് കപ്പിൾ എന്ന് പറയും. The copper electrode may be called reduction half cell and zinc electrode is called oxidation half cell. അത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ each half cell consists of metallic electrode dipped into an electrolyte. The 2 half cells are connected by a metallic wire through a voltmeter and switch externally. These electrolytes of the 2 half cells are connected internally through a salt bridge. അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. Sometimes both the electrodes dip in same electrolyte solution and in such cases we do not require salt bridge. ചില കേസുകളിൽ ഇത് രണ്ടും ഒരേ സൊല്യൂഷനിൽ മുക്കും, അപ്പം നമുക്ക് എന്ത് വേണ്ട, സാൾട്ട് ബ്രിഡ്ജ് വേണ്ട. At each electrolyte interface there is a tendency of metal ions from the solution to deposit on the metal electrode, trying to make it positively charged. At the same time, metal atoms of the electrode have a tendency to go into the solution as ions and leave behind the electrons and the electrode trying to make it negatively charged. ഓക്കെ, അതായത് ഇലക്ട്രോഡ് പോസിറ്റീവും നെഗറ്റീവായി ചാർജായി മാറുന്നു. ആ രണ്ട് കണ്ടീഷനുണ്ട്. അറ്റ് ഇക്വിലിബ്രിയം, ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആഴത്തിലേക്ക് പോകണ്ട. അറ്റ് ഇക്വിലിബ്രിയം ദർ ഇസ് എ
separation of charges and depending on the tendencies of the two opposing reaction, the electrodes may be positively or negatively charged with respect to the solution. Okay, solution അനുസരിച്ച് അതിൻ്റെ ഇതെല്ലാം മാറുന്നതായിരിക്കും. A potential difference develops between the electrodes and the electrolyte which is called electrode potential. ഇതാണ് നമുക്ക് ഇവിടെ മുതലാണ് വേണ്ടത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വേണ്ടത്. ഈ 3-4 കാര്യങ്ങൾ അതിൻ്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞതേ ഉള്ളൂ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നമ്മുടെ എക്സാമിന് ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മുതലാണ് വേണ്ടത്. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്സ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. അതിനെ നമ്മൾ സെൽഫ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അതിനെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഓക്കെ, and this electrode potential is a measure of the tendency of an electrode to gain or lose electron. ഇത് ഇലക്ട്രോണിനെ നേടാനോ ലൂസ് ചെയ്യാനോ ഉള്ള ഒരു ടെൻഡൻസിയാണ് നമ്മുടെ ഇലക്ട്രോഡിന്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. When the concentration of all the species involved in a half cell is unity, then the electrode potential is known as standard electrode potential. ഇതെല്ലാം യൂണിറ്റി ആകുമ്പോൾ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. So according to IUPAC convention, standard reduction potential are now called standard electrode potential. ഈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് പറയും? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇൻ എ ഗാൽവാനിക് സെൽ, ദ ഹാഫ് സെൽ ഇൻ വിച്ച് ഓസിലേഷൻ ടേക്സ് പ്ലേസ് ഇസ് കോൾഡ് ആനോഡ് ആൻഡ് ഇറ്റ് ഹാസ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷൻ. ദ അതർ ഹാഫ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ആനോഡ് നെഗറ്റീവ് ചാർജാണ്, അവിടെ എന്താണ് സംഭവിക്കുക? നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് അവിടെ, അല്ലേ, അവിടെ ഓസിലേഷൻ സംഭവിക്കുന്നു. ദ അതർ ഹാഫ് സെൽ ഇൻ വിച്ച് റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഇസ് കോൾഡ് കാഥോഡ്. റിഡക്ഷൻ സംഭവിക്കുന്നത് നമ്മൾ കാഥോഡ് എന്ന് പറയുന്നു, അതിന് പോസിറ്റീവ് ചാർജാണ്. Thus there is a potential difference between the two electrodes. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡ്സും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. As soon as the switch is in the on position, the electrons flow from negative electrode to positive electrode. അപ്പോൾ ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഫ്ലോ ചെയ്യും. The direction of current flow is opposite to the flow of electron. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. Okay. The potential difference between the two electrodes of galvanic cell is called cell potential. അതായത് രണ്ട് ഇത് തമ്മിലുള്ള സെല്ല് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ എന്താ പറയുക, സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഇത് വോൾട്ടിലാണ് മെഷർ ചെയ്യുക. ഓക്കെ, വോൾട്ടിലാണ് മെഷർ ചെയ്യുക. The cell potential is the difference between the electrode potential of the cathode and anode. കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് ആണെന്ത്? സെൽ പൊട്ടൻഷ്യൽ. നമ്മൾ സാധാരണ പറയുന്നത് ഈ സെൽ എന്ന് പറയും. ദാറ്റ് ഈസ് ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അല്ലേ? അതല്ലെങ്കിൽ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും, അല്ലേ? വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ടു ദ സെൽ, സെല്ലിൽ കൂടെ കറണ്ട് പോകാതിരിക്കുമ്പോൾ. It is now an accepted convention that we keep the anode on the left and the cathode on the right. മുമ്പേ പറഞ്ഞു. A galvanic cell is generally represented by putting a vertical line between the metal and electrolyte. മെറ്റലും ഇലക്ട്രോലൈറ്റും തമ്മിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവും, സൊല്യൂഷൻ, ആൻഡ് പുട്ടിങ് ദ ഡബിൾ വെർട്ടിക്കൽ ലൈൻ ബിറ്റ്വീൻ ദ ടു ഇലക്ട്രോലൈറ്റ്സ്. അതായത് ടു ഇലക്ട്രോലൈറ്റ്സ് തമ്മിൽ ഒരു എന്താണ് ഡബിൾ വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവും. അത് സാൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി. അണ്ടർ ദിസ് കൺവെൻഷൻ ദ EMF ഓഫ് ദി സെൽ ഈസ് പോസിറ്റീവ് ആൻഡ് ഈസ് ഗിവൺ ബൈ ദ പൊട്ടൻഷ്യൽ ഓഫ് ഹാഫ് സെൽ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് നമ്മൾ ഇത്രയും ഓർക്കുന്നുണ്ടു, നമ്മൾ ലെഫ്റ്റ് ഓസിലേഷൻ ആനോട് നെഗറ്റീവ് എന്നാണ് പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ലെഫ്റ്റിൽ എന്താണ് ഓസിലേഷൻ നടക്കുന്നു, അവിടെ ആനോഡ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പം സിങ്കും കോപ്പറും ആണെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ സിങ്ക് എന്ന് എഴുതി ബാർ ഇട്ടു, പിന്നെ സെഡൻ 2+ എന്ന് എഴുതി നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് കൊടുത്തു, 2 വര ഇട്ടു, പിന്നെ കോപ്പർ 2+ എന്ന് എഴുതി, ഒരു ബാർ ഇട്ടു, വീണ്ടും കോപ്പർ എന്ന് എഴുതി. അങ്ങനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ, ഡാലിയൻ സെല്ലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് കൺവെൻഷണൽ മെത്തേഡ്. അതാണ് നമ്മൾ പറഞ്ഞത് ഇത്രയും സമയം. അത് നമ്മൾ ലൈവിൽ കാണിച്ചു തരാം എങ്ങനെ എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട്. അപ്പോൾ ലൈവിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ഹാഫ് സെൽ റിയാക്ഷനാണ്, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് നമ്മൾ ലൈവിൽ ബാക്കി ആ റിയാക്ഷൻ ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും.